ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഒരു പനീറിൻ്റെ റെസിപ്പി തന്നെയാണ്. ഒരു ഈസി പനീർ മസാല. കുറച്ച് ഡ്രൈ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അത് നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്നോ. ഇതിലേക്ക് ആവശ്യമായിട്ടൊരു 200 ഗ്രാം പനീർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ പനീറിന് നമുക്ക് ബട്ടറിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. അതിനകത്തേക്ക് നമുക്ക് ഈ പനീർ ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബട്ടർ നല്ലോണം മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഈ പനീർ നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു വശം ഒന്ന് ബ്രൗൺ കളർ ആവണവരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പനീറിൻ്റെ ഒരു വശം ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അല്ല ഈ ഒരുപാട് ബ്രൗൺ കളറായിട്ട് പോകണ്ട കേട്ടോ. നമുക്ക് ഈ ഒരു പരുവത്തിൽ മതി, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കട്ടിയായി പോകും നമ്മുടെ പനീർ. നമുക്കിതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ പനീർ റെഡി ആയിട്ടുണ്ട്. രണ്ട് വശവും ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഞാൻ പനീറെല്ലാം ഈ ബട്ടറിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതേ പാനിൽ തന്നെ നമുക്ക് ബട്ടർ ബാക്കിയുണ്ടല്ലോ, അപ്പോൾ ഈ പാനിൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാം. ഞാൻ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പച്ചമുളകും അതുപോലെ തന്നെ സബോള അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇങ്ങനെ ബട്ടറിൽ വഴറ്റിയെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് കേട്ടോ. അപ്പോൾ നമുക്കത് പച്ചമണം മാറട്ടെ. ഞാൻ ഇതിനകത്തേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് ഇടാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു 2 വലിയ സബോള, അതായത് ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് കേട്ടോ. നമ്മുടെ ചില്ലി ചിക്കനൊക്കെ ഇടുന്നില്ലേ, അതുപോലെ കട്ട് ചെയ്തത്. അത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ സബോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കുഴഞ്ഞു പോകരുത്, വെന്തുടഞ്ഞു പോകരുത്. ഞാൻ കുറച്ചിനകത്തേക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇങ്ങനെ സബോള ഇങ്ങനെ വഴറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് ബട്ടറിൻ്റെ കുറവ് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഓയിലായാലും ആഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽ ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് വാടിക്കോട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ സബോളയൊക്കെ നല്ലോണം ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. വെന്ത് ഉടഞ്ഞു പോകരുത്, ഈ ഒരു സ്റ്റേജ് മതി കേട്ടോ. നമുക്കിത് പെട്ടെന്ന് റെഡിയാവുന്ന കറിയാണ്, അധികം കുക്കിംഗ് ടൈമിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ക്യൂബ്സ് ആയിട്ട് തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു വലിയ ക്യാപ്സിക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ കൈ ഉണ്ടെങ്കിൽ മാത്രം, ഇത് ഓപ്ഷണലാണ്, സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം നേരം കുക്ക് ചെയ്യരുത്. ചെറുതായിട്ട് കടിക്കുന്ന ഒരു പരുവത്തിൽ തന്നെ, എന്നാൽ ഒരുപാട് പച്ച ടേസ്റ്റ് ഒന്ന് മാറണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കം നമുക്കൊന്ന് ചെറുതായിട്ട് വാടണവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെന്തുടഞ്ഞു പോകരുത്. നമ്മൾ ചില്ലി ചിക്കനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെയൊക്കെ പോലെ സബോളയും ക്യാപ്സിക്കും ഒക്കെ നമുക്ക് കടിക്കാൻ കിട്ടണം, ആ ഒരു പരുവത്തിൽ. ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പനീറിൽ ഓൾറെഡി ഉപ്പിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കവും സബോളയും എല്ലാം വാടി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഒന്നും വെന്ത് ഉടഞ്ഞു പോകരുത്, ഇതുപോലെ കടിക്കാൻ കിട്ടണം നമുക്ക് കേട്ടോ. നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് കുരുമുളക് പൊടി,
അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല. ഇനി പൊടികളെല്ലാം പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളുടെ എല്ലാം പച്ചമണം മാറി നല്ലൊരു മൂത്ത സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ പനീർ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ എമൗണ്ട് ആട്ടോ കാണിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ടൊമാറ്റോ കെച്ചപ്പ്. ഒരു 4 ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യുക. ഇനി നല്ലോണം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, അധികം ടൈമും ആവശ്യമില്ല. അപ്പോൾ നിങ്ങളിനി ഉപ്പെല്ലാം നോക്കുക. അപ്പോൾ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പൊക്കെ ആഡ് ചെയ്ത് വെക്കണോണ്ട് ഇനി ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. നല്ലോണം ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് അവസാനമായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പഞ്ചസാര. നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ പുളിയും ഉപ്പും അതുപോലെ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്, അധികം കുക്കിംഗ് ടൈമിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കൊരു സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ ചപ്പാത്തിക്കൊക്കെ അധികം ഗ്രേവി വേണ്ടാത്തവർക്ക് ഇതൊക്കെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനോ ഒക്കെ നല്ല കറിയാണ്. നമുക്കിനി അവസാനമായിട്ട് നമ്മൾ കുറച്ച് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പോർഷൻ ഉണ്ടല്ലോ, അത് വെച്ച് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. സ്പ്രിംഗ് ഓണിയനും എല്ലാം ഇട്ടിട്ടുണ്ട്, നല്ലോണം ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈസി പനീർ മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് you.